വെൽക്കം ടു സാൽ കിച്ചൻ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ്. വെറൈറ്റി ആയിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയാക്കാമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ വേണ്ടത് 300 ഗ്രാം ചിക്കൻ ഞാൻ നന്നായി കഴുകി വെള്ളം വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മസാലകളെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത്. പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് അത്യാവശ്യം മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല മസാല. എന്നിട്ട് നന്നായിട്ട് ഇതിൽ പുരട്ടിയെടുക്കണം. കുരുമുളക് ഞാനിവിടെ മിക്സിയിൽ അരച്ച് ചേർത്തതാണ്. ഇനി പൊടി കയ്യിലുണ്ടെങ്കിൽ ഈ പുരട്ടുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ചേർത്താലും മതി. പിന്നെ കളറ് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല കളറ് കിട്ടും. പിന്നെ കളറിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കളറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ചേർത്തിട്ടില്ല. നന്നായിട്ട് പുരട്ടിയ ശേഷം ഒരു മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേ മസാല നന്നായിട്ട് പിടിച്ചിട്ടുള്ളൂ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ആൻഡ് കുറച്ച് കറിവേപ്പില. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ പീസായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല കളറൊക്കെ ഉണ്ട്. കാരണം ഒരു മണിക്കൂർ സമയം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുത്താൽ നന്നായിട്ട് വെന്ത് വരുന്നതാണ്. ഇപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. ഇതേ എണ്ണയിലേക്കാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ചിക്കൻ വാങ്ങി വെച്ച ശേഷം ഈ സെയിം എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ക്രഷ്ഡ് ചില്ലി, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് എടുത്ത് ഫ്രൈ ചെയ്യണം. കാരണം മറ്റേത് കരിഞ്ഞു പോകും. ഒരുമിച്ചിടരുത്. ഇതൊന്ന് അത്യാവശ്യം പാകത്തിന് ഒരു പച്ച സ്മെല്ലൊക്കെ പോയി വെന്ത് വരുന്നു എന്ന് തോന്നിയതിന് ശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. ഇത് ചില്ലി പൗഡറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് പൗഡർ ആക്കിയതിന് ശേഷം ചേർക്കാം. ഇത് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൗഡറായിട്ട് തന്നെ ക്രഷ്ഡ് ചില്ലി വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചിക്കൻ്റെ മേലെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തത്. ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഈ സ്മെല്ലൊക്കെ പോയി, പച്ച സ്മെല്ലൊക്കെ പോയി ഒന്ന് ഞെരിഞ്ഞ് വന്നിട്ടുണ്ട്. ചില്ലിയെല്ലാം ഒന്ന് ഞെരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഞെരിയണം, വെന്താൽ പോരാ. കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം. ഇത് ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. കൂടാതെ ഈസിയാണ് ചെയ്യാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്